ഈ യുദ്ധമൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും അവിടെ ഇവിടെ ചില അപശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട്. ഇറാൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാനെ ആ മാതിരി അടിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഇറാൻ്റെ ഭാവി? അതോടൊപ്പം മറ്റ് യുദ്ധത്തിനുള്ള സാധ്യതകൾ ഏത് തരത്തിലൊക്കെ ആയിരിക്കും? അല്ല, യുദ്ധത്തിനുള്ള സാധ്യതകൾ കുറയുന്നില്ല. എപ്പോഴാണെങ്കിലും യുദ്ധം വീണ്ടും പുനരാരംഭിക്കാവുന്നതാണ്. മുൻപ് അങ്ങനത്തെ ഒരു ഫീലല്ല നമുക്ക് നമ്മുടെ ഈ അന്താരാഷ്ട്ര വാർത്തകൾ തന്നിരുന്നു. ഇപ്പോൾ മാറിപ്പോയി. ശരിക്കും നമുക്ക് എത്രയോ യുദ്ധങ്ങളെ പെട്ടെന്ന് വന്നേ നോക്കി. ഈ അടുത്ത കാലത്താണെന്ന് വെച്ചാൽ നമ്മൾ സജീവമായിട്ട് നിൽക്കുന്ന യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം, അതിപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം, അത് കഴിഞ്ഞതിന് ശേഷം ഇറാനും അതേപോലെ തന്നെ ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം. അതിക്ക് മുമ്പ് ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം എന്ന് പറയാൻ പറ്റില്ല. ഇസ്രയേൽ പാലസ്തീൻ അടിച്ച് പപ്പടമാക്കി. ഈ വാർത്തകളൊക്കെ അധികകാലമല്ലാത്ത രീതിയിൽ നമ്മുടെ മുന്നിലൂടെ സഞ്ചരിച്ചു പോകുന്ന വാർത്തകളാണ്. ഇപ്പോൾ നമുക്കറിയാം യുദ്ധം പെട്ടെന്ന് നിന്നത് ട്രംപ് പറഞ്ഞു നിർത്തണം എന്ന് പറഞ്ഞു, അങ്ങനെ നിന്നു. അവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ട്രംപിന് ആ രീതിയിലൊക്കെ ആജ്ഞ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ലോകത്തിൻ്റെ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു. നേരത്തെ നമുക്കൊരു ഇരുധ്രുവ ലോകമുണ്ടായിരുന്നു. ഒന്ന് അമേരിക്കൻ ബ്ലോക്കും മറ്റൊന്ന് സോവിയറ്റ് ബ്ലോക്കും എന്ന് പറഞ്ഞ് തിരിഞ്ഞ ഒരവസ്ഥ. അത് മാറിപ്പോയി. പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്ന് അടപടലം വീണതിന് ശേഷം ആ ബ്ലോക്കിൻ്റെ സൈന്യശേഷി ഇല്ലാതെ, സൈനിക ഗ്രൂപ്പും ഇല്ലാതെ ഇപ്പോൾ ആകെയുള്ള നാറ്റോ മാത്രമാണ്. ശരി. അപ്പോൾ ഈ നാറ്റോ എന്ത് തീരുമാനിക്കുമോ അതിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഏകപക്ഷീയമായ ഒരു ലോകത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ആരെയും വേണമെങ്കിലും അടിക്കാം. അമേരിക്ക നേരിട്ടടിച്ചില്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും അടിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ കണ്ടതാണ് ഇറാൻ്റെ ആണവ പരീക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അമേരിക്ക പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ആണവ പരീക്ഷണം നടത്തണ്ട, ആ ഗവേഷണമൊക്കെ നിർത്തിവെക്ക്, എന്നിട്ട് നമുക്കൊരു കരാറിൽ ഏർപ്പെടാം എന്നൊക്കെ പറഞ്ഞു. ഇറാനെ ഇനി സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിക്കാതിരുന്ന സമയത്താണ് ഇറാനെ അടിക്കാനായിട്ട് ഇസ്രായേലിനോട് പറഞ്ഞു. ഇസ്രായേൽ പോയി അടിച്ചു മാത്രമല്ല വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണ്. അതല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം പോയി അടിച്ചതല്ല. അതുകൊണ്ടാണ് മൊസാദ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയാണ്, ഇസ്രായേലിൻ്റെ ചാരസംഘടനയാണ്. അവർ നേരത്തെ തന്നെ ഇറാനിൽ പോയി അതിൻ്റെ കീ പൊസിഷൻസിലൊക്കെ വേണ്ട പരിപാടികളൊക്കെ നടത്തി. അവരെ ആക്രമിക്കുന്ന സമയത്ത് എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് അവർ കൊന്നുകളഞ്ഞത്. ഇറാൻ പട്ടാളത്തിൻ്റെ പ്രധാനികളെ തട്ടി, അതോടൊപ്പം തന്നെ ആണവ ശാസ്ത്രജ്ഞന്മാരൊരു നിര തന്നെ അരിഞ്ഞു വീഴ്ത്തി. അതുണ്ടാക്കിയിരുന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉണ്ടായ സെറ്റ് ബാക്ക് അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ സാധ്യത കുറവാണെന്നാണ് പൊതുവെ അവർ വിചാരിച്ചിരുന്നത്. അതിന് കാരണമുണ്ട്. കാരണം വെച്ചാൽ ഇറാനും ഇസ്രായേലിനിടക്ക് രണ്ട് രാഷ്ട്രങ്ങളുണ്ടല്ലോ. ഒന്ന് ഇറാഖും മറ്റൊന്ന് ജോർദൻ. ഈ രണ്ട് രാഷ്ട്രങ്ങളെ കവച്ചു വെച്ച് അപ്പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈ ഇറാൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ കാലാൾ സൈന്യത്തിൻ്റെ ശക്തിയാണ്. അവർക്ക് അങ്ങോട്ട് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരിക്കലും അതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ഇറാൻ അറിയാം, കുറേ കാലമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അതുമാത്രമല്ല ഇസ്രായേൽ എന്തെങ്കിലും ഇറാനെ ആക്രമിക്കും എന്നുള്ള കാര്യവും അറിയാം. അത് ഇറാഖ് യുദ്ധത്തിന് ശേഷം അമേരിക്ക തന്നെ ചെയ്യും എന്നും ഇറാൻ മനസ്സിലാക്കി വെച്ചിരുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രതിരോധത്തിന് അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ ബുദ്ധിക്കും അതേപോലെ തന്നെ ശാസ്ത്ര വികാസത്തിനനുസരിച്ച് ചിന്തിക്കുകയും ഒരൊറ്റ കാര്യത്തിൽ സാധ്യതകളൊന്നും മനസ്സിലാക്കിയാൽ അത് മിസൈൽ വിടുന്നതിൽ മാത്രമാണ്. അങ്ങനെ അവർ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മിസൈലുകൾ ഉണ്ടാക്കുന്ന ഗവേഷണത്തിൽ ഏർപ്പെട്ടു. ഒരുപാട് മിസൈലുകൾ അവർ ആശുപത്രിയുടെ നേർക്കൊക്കെ ആക്രമണമൊക്കെ ഉണ്ടായല്ലോ. അല്ല, വീണു പലതും പോയി, ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു ഇസ്രായേലിൻ്റെ. ശരിക്കും പറഞ്ഞു അതൊക്കെ തകരില്ലെന്നായിരുന്നു ഇസ്രായേലിൻ്റെ വിശ്വാസം. കാരണം അവർക്ക് അയൺ ഡോം എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനമുണ്ട്, അതിനെ ആർക്കും പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർ ഈ ഗസയിൽ അല്ലെങ്കിൽ പലസ്തീനിലെ ഹമാസുകാരുണ്ട്, ഹമാസുമായിട്ട് നടത്തിയ യുദ്ധത്തിലൊക്കെ ഈ അയൺ ഡോം എന്ന് പറഞ്ഞാൽ വലിയൊരു സംവിധാനമായിരുന്നു. ഹമാസിനെ തകർക്കുന്നതിലും അതൊക്കെ. പക്ഷേ ഹമാസ് അല്ലല്ലോ ഇറാൻ അതിനേക്കാളൊക്കെ വലിയൊരു സൈനിക ശക്തിയാണ്. ഇസ്രായേൽ 15ാമത്തെ പൊസിഷനാണെങ്കിൽ ഇവർ 16ാമത്തെ പൊസിഷൻ. അതിൻ്റെ തുല്യ സൈനിക ശക്തികൾ തമ്മിലുള്ള യുദ്ധമാണ്. അതെന്താണ് അവർ അങ്ങനെ മനസ്സിലാക്കാത്തത് പോയത് എന്നെനിക്കറിയില്ല. അങ്ങനെ ഒരു യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് ഇറാനിൽ നിന്ന് നിരവധി മിസൈലുകൾ പോകുന്നു. പലതും അവരുടെ അയൺ ഡോമൊക്കെ അടിച്ചിടുന്നു. പക്ഷേ ഇടക്കിടക്ക് 1-2 വീണോ ഒരു കെട്ടിടം ചാമ്പലാവും.
അങ്ങനെ ഏതാണ്ട് 400 കെട്ടിടങ്ങൾ ഇസ്രായേലിൽ തകർന്ന് തരിപ്പണമായിരിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ അമേരിക്കയോട് പറയുന്നു ഇറാനെ ആക്രമിക്കാനായി. ഒരു കാരണമില്ലാതെ ഇറാനെ ആക്രമിച്ചതാണ് ഇസ്രായേൽ. വീണ്ടും അമേരിക്കയും രണ്ടും അങ്ങനെ തന്നെയാണ്. അമേരിക്കയുടെ ആക്രമണമായി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആക്രമണമായി കഴിഞ്ഞാലും കാരണങ്ങളൊന്നുമില്ല. ഇവർ എന്താണ് അണുബോംബ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ എത്രയോ രാജ്യങ്ങൾക്ക് അണുബോംബുണ്ട്. ആ അണുബോംബുള്ള രാജ്യങ്ങളൊക്കെ ഇവർ ആക്രമിക്കുകയില്ല. അപ്പോൾ ഒരു കാരണം പറഞ്ഞ് ഇവർ ആക്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാൻ്റെ എണ്ണ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. അതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതാണ് ഈ ഹോർമൂസ് കടലിടുക്കിൽ പോലും ഇറാൻ ബ്ലോക്ക് ചെയ്യാനുള്ള പദ്ധതികൾ പോലും ആലോചിച്ചിരുന്നു. പക്ഷേ അതും പിന്നീട് ഇറാനെ സംബന്ധിച്ച് ലോകരാജ്യങ്ങളുടെ മൊത്തം എതിർപ്പുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത് മാറ്റിയത്. അത് ശരിയാണ്. ഇറാന് അങ്ങനെയുള്ള പോസിബിലിറ്റീസ് കൂടി ഉണ്ട്. അതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കണം, നമ്മളെപ്പോലുള്ള രാജ്യം, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ സങ്കീർണമാകും. നമുക്ക് ആവശ്യത്തിന് ഇന്ധനം ലഭ്യമല്ലാതാവും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ചരക്കുകളും കിട്ടാതാവും, പല ചരക്കുകളും. ഇതൊക്കെ നമുക്ക് വലിയ ആശങ്കകളുണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ മറ്റു രാഷ്ട്രങ്ങൾക്ക് ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇവർ നേരിട്ട് ഇസ്രായേലിനെ തന്നെ ആക്രമിച്ച് അവരുടെ ആശുപത്രിയോ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നെങ്കിൽ സ്ഥിരമായി ഇത് തുടർന്നാൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ സമയത്താണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഇറാൻ രക്ഷപ്പെട്ടെന്നോ ഇസ്രായേൽ രക്ഷപ്പെട്ടെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളൊക്കെ തകർന്നു തരിപ്പണം. കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് ഒരു ദിവസം യുദ്ധം കൊണ്ട് ഒരു രാഷ്ട്രത്തിനുണ്ടാകും. അപ്പോൾ അത് ഇറാനും ഉണ്ടായിട്ടുണ്ടായിട്ട് ഇസ്രായേലിനുണ്ട്. രണ്ട് രാഷ്ട്രങ്ങളും സാമ്പത്തികമായിട്ട് പാപ്പരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി എങ്ങനെയാണ് ഇത് ലോകത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുക എന്ന് ചോദിച്ചാൽ വളരെ പക്വതയോടുകൂടിയാണ് ഇവരെല്ലാം മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ അപകടങ്ങളൊന്നും ലോകത്തിനുണ്ടാവില്ല. അതിന് പകരം ഇവർക്ക് അപക്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമാണ് പ്രേരണ ലഭിക്കുന്നതെങ്കിൽ ലോകത്തിൻ്റെ കാര്യം കഷ്ടമാണ്. കാരണം ഇങ്ങനെ സ്ഥിരം എപ്പോഴും യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുക. യുദ്ധം ഉണ്ടാകുന്നത് ഒരിക്കലും സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിന് നല്ലതല്ല. യുദ്ധത്തെ മനുഷ്യരാരും അംഗീകരിക്കുന്നതല്ല. അത് പണ്ട് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം വഴി ഇങ്ങോട്ട് എടുത്ത് പരിശോധിച്ചാൽ യുദ്ധത്തിൽ എല്ലാവരും തോറ്റു പോവുകയാണ് ചെയ്യുന്നത്. ആരും വിജയിക്കുന്നില്ല. വിജയിയും തോൽക്കുന്ന ഒരു സ്ഥലം യുദ്ധം മാത്രമാണ്. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് ലോകത്തിൻ്റെ മുന്നിൽ ലഭ്യമായിരിക്കുന്നതായിട്ടുള്ള ഒരു പാഠമാണ്. ആ പാഠത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. കാരണം പ്രശ്നങ്ങളുണ്ടാകും, പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ പ്രശ്നങ്ങളൊക്കെ യുദ്ധത്തിലെത്തിക്കരുത്. യുദ്ധത്തിന് മുമ്പുള്ള എന്താണ് മാന്തലും തള്ളലും ഉന്തലും ഒക്കെ എത്തിക്കുക. ഇപ്പം നമ്മൾ ചൈനയും ഇന്ത്യയും പല സമയത്ത് ഇതുമാതിരിയുള്ള പ്രശ്നങ്ങൾ ഏർപ്പെടാറുണ്ട്. പക്ഷേ അവിടെ ആകെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൽപിടുത്തങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇവിടെ നിന്നൊരു ബോംബ് അങ്ങോട്ട് ഇടാനോ അവർ ബോംബ് ഇടാനോ അല്ലെങ്കിൽ മിസൈൽ ഇടാനോ ഒന്നും തയ്യാറാവുന്നില്ല. അത് രണ്ടുപേരും എന്ത് പിടിച്ചു മാറ്റിയ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നത്. അത്രയൊക്കെ ആവാം, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് ശരി. കാരണം പുതിയ ലോകം കൂടുതൽ പുരോഗമിക്കുന്നതും വികസിക്കുന്നതും മനുഷ്യൻ്റെ ജീവിതത്തിന് വളരെ ആഹ്ലാദകരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ യുദ്ധം എന്ത് ചെയ്യും, കെടുത്തിക്കളയും, നശിപ്പിച്ച് കളയും. അപ്പം അതുകൊണ്ട് യുദ്ധം വേണ്ട എന്നുള്ളത് പൊതുവെ ലോകത്തിൻ്റെ ഒരു ആവശ്യമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.